Morning. Good morning, Miss. ആരുമില്ലേ ക്ലാസ്സില്? കുട്ടികളെ കുറവാണല്ലോ. എന്ത് പറ്റി? അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് ആയിരുന്നു. അതിന്റെ ചെറിയൊരു പോർഷനും കൂടി നമുക്ക് എടുക്കാനുണ്ട്. അതിലോട്ട് നോക്കാം. ഒരു 10 യൂസസ് കൂടി അതിനകത്ത് നമുക്ക് എടുക്കാനുണ്ട്. First uses നോക്കാം. 10 uses of computers in hospitals. Okay, എളുപ്പമാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. First one ആണ് എന്ത്? Maintaining patient information. And second one എന്ന് പറയുന്നത് monitor patients. Third one medical research. Fourth one inventory. അതുപോലെ next ആണ് uses in surgical procedures. Uses of അതിന്റെ ഹെഡിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ടെലിമെഡിസിൻ. നെക്സ്റ്റ് ആണ് കസ്റ്റമർ സർവീസസ്, ഓൺലൈൻ പേയ്മെന്റ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഇത് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. ഇപ്പൊ രോഗിയുടെ വിവരങ്ങൾ സൂക്ഷിക്കുക അല്ലെ. ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഗിയുടെ എല്ലാ ഡീറ്റെയിൽസുകളും സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഇൻഫർമേഷൻ സിസ്റ്റത്തിലാണ് അല്ലെ. HIS-ലൂടെയാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ എല്ലാ വിവരങ്ങളും സൂക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. പേഷ്യന്റ് ഇൻഫോർമേഷൻ ഈസ് കെപ്റ്റ് ഓർഗനൈസ്ഡ്, സേഫ് ആൻഡ് readily available on a computer. In an emergency, medical staff need quick access to patient records. There are lesser risk of data losses and mismatching while using a computer. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? മെയിൻറ്റെയിൻ പേഷ്യൻസ് റെക്കോർഡ്സ് അല്ലെ. രോഗിയുടെ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, ഒരു രോഗിയുടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് ഓർഗനൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ HIS-ല് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ എടുക്കാനായിട്ട് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ UHID അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഡീറ്റെയിൽസുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ സിസ്റ്റത്തിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നത്. പേപ്പർ റെക്കോർഡ്സ് ആണെങ്കിലോ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നമുക്ക് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. HIS-ലൂടെ ഒരു രോഗിയുടെ ഇൻഫർമേഷൻസ് പെട്ടെന്ന് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പോ എന്താണ് ഇങ്ങനെ HIS-ലൂടെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെയുള്ള അഡ്വാൻറ്റേജസ് ആണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. നമുക്ക് റിസ്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ് പൊരുത്തക്കേടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. റിസ്കുകള് അതുപോലെ തന്നെ ഡാറ്റകൾ ലോസ് ആയി പോകില്ല. പെട്ടെന്ന് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. അതാണ് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വൺ ആണ് എന്ത്? മോണിറ്റർ പേഷ്യൻസ്. മോണിറ്റർ പേഷ്യൻസ് നമുക്കറിയാം പേഷ്യൻസിനെ നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട് അല്ലെ. എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയേ. ഹോസ്പിറ്റൽസ് now utilize computers to keep track of vital signs such as heart rate and blood pressure. Additionally, computer monitoring systems collects helpful patient data. It is possible to get back this data for future use in research or other purposes. Okay. ഇവിടെ പറയുന്നത് എന്താണ്? മോണിറ്റർ പേഷ്യൻസ് അല്ലെ. ഹൃദയസ്പന്ദനം, ഹാർട്ട് റേറ്റ് അല്ലെ, ഹൃദയസ്പന്ദനം, അതുപോലെ തന്നെ എന്താണ് ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള വൈറ്റൽ സയൻസുകൾ നിരീക്ഷിക്കുന്നതിനായിട്ട് ഹോസ്പിറ്റലുകളിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
എന്താണ് ഒരു രോഗിയുടെ ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ ഹൃദയസ്പന്ദനമൊക്കെ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റലുകളിൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, അത് നിരീക്ഷിക്കാനായിട്ട്. അങ്ങനെ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റലുകളിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ് അഡീഷണലി കൂടാതെ കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സംവിധാനം പേഷ്യൻസിന്റെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഈ മോണിറ്റർ സംവിധാനത്തിലൂടെ കമ്പ്യൂട്ടറിലൂടെ പേഷ്യൻസിന്റെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഭാവിയില് ഗവേഷണത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഡാറ്റ തിരികെ ലഭിക്കുന്നതിന് സാധ്യമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രോഗിയുടെ വിവരങ്ങൾ നമുക്ക് റിട്രീവ് ചെയ്ത് വീണ്ടെടുക്കാനായിട്ട് കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ സാധ്യമാണ്. അപ്പോ ഇത്രയുമാണ് മോണിറ്റർ പേഷ്യൻസിൽ വരുന്നത്. പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, വൈറ്റൽ സയൻസ് ഏതൊക്കെയാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഹാർട്ട് റേറ്റ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിലെ കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും ഈ സിസ്റ്റത്തിലൂടെ ശേഖരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ ഭാവിയിൽ എന്തെങ്കിലും റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ വിവരങ്ങൾ അല്ലെ, പേഷ്യൻസിന്റെ വിവരങ്ങൾ വീണ്ടെടുക്കാനായിട്ട് കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിക്കുന്നു. ഇനി മൂന്നാമത്തെയാണ് ഇത് മെഡിക്കൽ റിസർച്ച് അല്ലെ, ഗവേഷണം മെഡിക്കൽ പരമായിട്ടുള്ള അല്ലെ റിസർച്ചുകൾ നടത്താൻ വേണ്ടിയിട്ടും HIS ഉപയോഗിക്കുന്നുണ്ട്. നോക്കാം. To understand more about a certain ailment, clinicians may now search medical database. The capacity of medical staff to get and apply knowledge is being improved using computers in health care. ഇവിടെ പറയുന്നത് എന്താ, മെഡിക്കൽ കെയറിന് വേണ്ടി മെഡിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഡോക്ടേഴ്സ് ഇപ്പോ എന്താണ് മെഡിക്കൽ ഡാറ്റാബേസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് മെഡിക്കൽ ഡാറ്റാബേസുകൾ ഉപയോഗിക്കുന്നത് വഴി ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഡോക്ടേഴ്സിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യ രംഗത്ത് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അത് പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും മെഡിക്കൽ സ്റ്റാഫുകളുടെ ശേഷി മെച്ചപ്പെടുത്തുന്നു. മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ഡോക്ടേഴ്സിനായാലും നഴ്സുമാർക്കായാലും മറ്റു ടെക്നീഷ്യൻസിനും മറ്റു സ്റ്റാഫുകൾക്കായാലും എന്താണ് ഇങ്ങനെയുള്ള ഈ സംവിധാനം HIS ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ എന്താണ് നല്ല രീതിയിലുള്ള പ്രാക്ടീസുകൾ ട്രെയിനിങ് ഒക്കെ ലഭിക്കുന്നതിലൂടെ അവരുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എറേഴ്സ് കുറച്ച് പെട്ടെന്ന് തന്നെ അവരുടെ വർക്കുകൾ ചെയ്തു തീർക്കാനായിട്ടും പിന്നെ കൂടുതൽ നേരം പേഷ്യൻസിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. നമ്മള് ജസ്റ്റ് പറഞ്ഞ കാര്യമാണ്, കമ്പോണൻസിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ മെഡിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രത്യേക ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഡോക്ടർമാര് ഡോക്ടേഴ്സുകൾ ഇപ്പോ ഉപയോഗിക്കുന്ന സംവിധാനമാണ് മെഡിക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് അറിവ് നേടുന്നതിനും അത് പ്രയോഗിക്കുന്നതിനും വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റാഫുകളുടെ ആ ശേഷി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ 3 കാര്യങ്ങൾ, 3 യൂസേഴ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് എന്ത്? ഇൻവെന്ററി. ഇൻവെന്ററി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇൻവെന്ററി എന്ന് പറഞ്ഞാല് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്റ്റോക്കുമായിട്ടല്ലേ? സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോയിങ് what medications are on hand is very necessary for a patient's therapy. The rehabilitation process might be slowed down if a doctor prescribes a medication that is not in stock. Thus, it is important to keep the inventory list up to date. In the meanwhile, inventory control is designed for hospitals and medical facilities. Therefore, inventory managers can track stock levels throughout computers. ഇവിടെ പറയുന്നത് എന്താണ്? ഇൻവെന്ററിയിലെ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പേഷ്യൻസിന് മരുന്ന് കൊടുക്കുമ്പോ നമ്മള് എത്തരത്തിലുള്ള മെഡിസിൻസ് ആണ് അവിടെ സ്റ്റോക്ക് ഉള്ളതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഹോസ്പിറ്റലുകളില് ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രോഗികൾ വരും അല്ലെ. അപ്പൊ എന്താണ്, രോഗികൾക്ക് കൊടുക്കേണ്ട മരുന്നുകള് എത്തരത്തിലുള്ള മരുന്നുകളാണ് നമ്മുടെ സ്റ്റോക്കിലുള്ളത് എന്നുള്ളത് അവർക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ഡോക്ടേഴ്സ് ചില രോഗികൾക്ക് എന്താണ് ഇപ്പൊ മരുന്നുകൾ കൊടുക്കുമ്പോ അവിടെ ഉണ്ടാവാറില്ല, പുറത്തുനിന്ന് വാങ്ങിക്കണം. ചിലപ്പോ വല്ല സീരിയസ് ഒക്കെ ആയിട്ട് എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ മരുന്ന് ഇല്ലെങ്കിലും ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഡോക്ടർമാർ എന്ത് ചെയ്യണം, പേഷ്യൻസിന് മരുന്ന് കൊടുക്കുമ്പോ എത്തരത്തിലുള്ള മെഡിസിൻസ് ആണ് അവിടെ ഹോസ്പിറ്റലില് സ്റ്റോക്ക് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡോക്ടേഴ്സ് എഴുതുന്നത് അവിടെ എന്താണ്, സ്റ്റോക്കുകൾ ഇല്ലാത്ത മരുന്നാണെങ്കിൽ എന്താണ് അവരുടെ റീഹാബിലിറ്റേഷൻ സർവീസസ് അല്ലെ, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് എന്താണ്, പുനര് നോർമൽ ലൈഫിലേക്ക് നയിക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്, പുനരധിവാസ സർവീസസുകൾ. അങ്ങനെയുള്ള രോഗിയുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് നിർവഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ലോ ആക്കുന്നുണ്ട്, സ്ലോ ഡൗൺ ആക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ മരുന്നുകൾ അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഡോക്ടേഴ്സ് രോഗികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകള് ആ സ്റ്റോക്കില് അവൈലബിൾ ആണോ എന്നതിനനുസരിച്ച് വേണം എഴുതാനായിട്ട്. അതുകൊണ്ട് എന്താണ്, അപ് ടു ഡേറ്റ് ആയിട്ട് മെഡിസിന്റെ ആ ലിസ്റ്റുകൾ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക കാര്യം എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ആ സ്റ്റോക്ക് എന്താണ്, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ആ സ്റ്റോക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയും അത് എന്താണ് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റിലൊക്കെ പഠിച്ചല്ലേ സ്റ്റോക്ക് കൺട്രോളിങ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ നിർണായക ഘടകം എന്ന് പറയുന്നത് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഇൻവെന്ററി മാനേജേഴ്സ് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ലെവല് ഈസി ആയിട്ട് അവർക്ക് ഇങ്ങനെയുള്ള ഈ സിസ്റ്റം വഴി സ്റ്റോക്ക് ലെവല് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പേപ്പർ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ HLS ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത് മൂലം അല്ലെങ്കിൽ വന്നതോടുകൂടി ഇങ്ങനെയുള്ള ഇൻവെന്ററി മാനേജേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് അവിടെ സ്റ്റോക്ക് ലെവൽ ആ സ്റ്റോക്കിന്റെ ലെവല് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻവെന്ററിയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് യൂസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ. ശസ്ത്രക്രിയാ നടപടിക്രമങ്ങളില് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നോക്കാം, കമ്പ്യൂട്ടേഴ്സ് can perform multi-faceted tasks with the accuracy, so the use of computers in operating rooms can save lives. For completing complicated treatment, surgeons depend on computers. അപ്പൊ എന്താണ് യൂസസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, ശസ്ത്രക്രിയാ നടപടിക്രമങ്ങളിലും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലുകളിൽ. വളരെ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യാനായിട്ട് ഈ സിസ്റ്റം വഴി സാധ്യമാണ്.
ഓപ്പറേഷൻസ് റൂമില് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? കമ്പ്യൂട്ടേഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ തന്നെ സേവ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ റൂമുകളിൽ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർണമായ ചികിത്സ പൂർത്തിയാക്കുന്നതിന് ശസ്ത്രക്രിയ വിദഗ്ധര് കമ്പ്യൂട്ടറുകളെ ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, സങ്കീർണമായ ചികിത്സകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ശസ്ത്രക്രിയ വിദഗ്ധർ കമ്പ്യൂട്ടറുകളെ ആശ്രയിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് യൂസസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ. അതായത് കൺസെപ്റ്റ് ഇതാണ്. എന്താണ്? സർജറി റൂംസുകളിലും എന്താണ് ഡോക്ടേഴ്സ്മാര് ഇങ്ങനെയുള്ള ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ പേഷ്യൻസിന്റെയും ജീവൻ രക്ഷിക്കാനായിട്ട് ഇത് ഉപയോഗിച്ച് സാധ്യമാണ്. ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇമേജിംഗ്. എവിടെയാണ് ഇങ്ങനെയുള്ള ഇമേജിംഗ് നമ്മൾ എടുക്കുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് മെഡിക്കൽ ഇമേജിംഗ് നമ്മൾ എടുക്കുന്നത്? ഇമേജസുകള് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലേ? ഓക്കെ. Computers are widely used to operate medical machinery that conducts crucial medical tests, including ultrasonography, CT scan, MRIs, blood tests, etc. Doctors also utilize computers to display their findings and describe the illness and course of therapy. Computers may be used for 3D modeling or drawing. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള എന്താണ് അൾട്രാസോണോഗ്രഫി, അതുപോലെ ഈ CT സ്കാൻ, MRI, ലാബ് ടെസ്റ്റുകൾ അല്ലെ, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഇതിലൊക്കെ എന്താണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഡോക്ടേഴ്സിന് രോഗങ്ങളെ കുറിച്ചുള്ള ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ നടത്തും അല്ലെ. എന്താണ് നമുക്കറിയാം, നമ്മളിപ്പോ ഒരു രോഗി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയും? ചിലപ്പോൾ ഭയങ്കര വയറുവേദനയാണ്, മാറുന്നില്ല, കുറച്ച് നാളുകളായിട്ടൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയും മരുന്ന് എഴുതുന്നതിന് മുൻപ് പോയിട്ട് സ്കാൻ ചെയ്ത് വരാൻ പറയും അല്ലെ. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോഴാണ് ഇതിങ്ങനെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ രോഗനിർണയം നടത്തുന്നത്, എങ്ങനെയാണിത് വരുന്നത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വയറുവേദന, കഠിനമായിട്ടുള്ള വയറുവേദന വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ രോഗങ്ങളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും എന്തുപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും, റയർ കേസുള്ള രോഗങ്ങളായാലും അതുപോലെ തന്നെ പല രോഗങ്ങൾക്കുമായിട്ടുണ്ടെങ്കിലും നമ്മള് കണ്ടെത്തലുകൾ, അതിന്റെ ഫൈൻഡിങ്സിലോട്ട് എത്തുന്നത് ഈ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇൻവെന്ററി, യൂസിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. നോക്കാം.
The uses of computers for communication amongst the healthcare professionals help the staff and make other jobs easier because they are sometimes quite busy. Healthcare staff can communicate in real-time chat on the computer to share information. It is preferable to receive text and or post in notes. അപ്പൊ എന്താണ് ആശയവിനിമയം നടത്താനായിട്ട് അല്ലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഇടയിൽ ആശയവിനിമയം നടത്താനായിട്ടും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വർക്ക് ഈസി ആക്കാൻ പറ്റും, എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ റിയൽ ടൈം ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ അവർക്ക് എന്താണ് അവരുടെ വർക്കിൽ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ലൈവായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് ലൈവായിട്ട് ആശയവിനിമയം നടത്താനായിട്ടും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പോസ്റ്റിംഗ് നോട്ട്സ്. എന്താണ് പോസ്റ്റിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞാല് എന്താണെന്ന് അറിയോ? പോസ്റ്റിംഗ് നോട്ട്സ് ഇല്ല, നമ്മളിപ്പോ എന്താണ് ഇപ്പൊ ഫ്രിഡ്ജിന്റെ ഡോറിന്റെ ഒക്കെ അവിടെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ നോട്ടുകൾ ഒട്ടിച്ച് വെക്കാറുണ്ട് അല്ലെ, പേപ്പർ നോട്ട്സുകള് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടിട്ടില്ലേ നിങ്ങള്? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ചെറിയ ചെറിയ നോട്ടുകൾ പല കളറിൽ നമ്മള് അവിടെ ഒട്ടിച്ച് വെക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാല് എന്താണ് അതിന്റെ പ്രയോജനം? നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞ കാര്യമാണെങ്കിൽ ചിലപ്പോ നമുക്ക് എടുത്ത് അത് കീറിക്കളയാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് പിന്നെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ പറ്റും അല്ലെ, ഇന്നത് ചെയ്യാനുണ്ട്, മറക്കില്ല നമ്മൾ ഇന്നത് ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മള് അത് നോക്കുമ്പോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ഈ പേപ്പർ നോട്ട്സുകൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുണ്ട് കമ്പ്യൂട്ടറിന്റെ ഉള്ളില്. ഇങ്ങനെയുള്ള ഈ മറന്നു പോകാതിരിക്കാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അല്ലെ നമുക്കറിയാം, മനുഷ്യരാണ് അല്ലെ, സ്റ്റാഫുകളായാലും കുറെ കാര്യങ്ങൾ ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല നമുക്ക് അവരെന്തോരം ബിസി ആണെന്നുള്ളത്. വന്ന് അപ്പൊ തുടങ്ങി പോകുന്നത് വരെ അവർ വളരെ ബിസി ആയിരിക്കും. അപ്പൊ അങ്ങനെ ബിസി ആയത് കൊണ്ട് തന്നെ ചിലപ്പോ എന്താണ് മറന്നു പോവാം അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള പല പല നോട്ട്സുകളില് പല കളറുകളില് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറിന്റെ ഉള്ളില് ഡിസ്പ്ലേ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അത് നോക്കിയിട്ട് നമുക്കത് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ആ നോട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഗൂഗിൾ കീപ്പ്, ആപ്പിൾ നോട്ട്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. അപ്പൊ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെ നല്ല രീതിയിൽ നമുക്ക് മറന്നു പോവാതെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു റിയൽ ടൈം ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഇടയിൽ റിയൽ ടൈം ആശയവിനിമയം നടത്താനായിട്ടും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ വർക്കുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാനായിട്ടും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ടും എറേഴ്സ് കുറയ്ക്കാനായിട്ടും അല്ലെ സാധ്യമാണ്. ഇനി എന്താണ്? ഓക്കെ, നെക്സ്റ്റ് യൂസസ് ആണ് ടെലിമെഡിസിൻ. ഓക്കെ, ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആക്ട് ഓഫ് ട്രീറ്റിംഗ് പേഷ്യന്റ് റിമോട്ട്ലി while neither the patient nor the practitioner is present physically is considered to be telemedicine. Doctors may now connect with the patient and other medical personnel thanks to computers and cell phones. During natural calamities, telemedicine is crucial as well. അപ്പൊ എന്താണ് ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാല്? ഇത്രയേ ഉള്ളൂ ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാല്. രോഗിയെയോ അതുപോലെ പ്രാക്ടീഷണറോ ശാരീരികമായിട്ട് ഹാജരാകാതെ വിദൂരമായിട്ട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മള് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? രോഗിയെയോ അല്ലെങ്കിൽ രോഗിയോ പ്രാക്ടീഷണറോ ഫിസിക്കലി ശാരീരികമായിട്ട് ഹാജരാകാതെ വിദൂരമായിട്ട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ,
നേരിട്ട് നമ്മൾ കാണാതെ ഇപ്പൊ എന്താണ് ഇപ്പൊ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവിടെ പെട്ടുപോവാം അല്ലെ പല രോഗികളും പെട്ടുപോവാം ഡോക്ടറെ കാണാനായിട്ട് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ഈ പ്രോസസ്സ് ടെലിമെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഡോക്ടറോ രോഗിയോ അല്ലെ നേരിട്ട് വന്ന് കാണാതെ ശാരീരികമായിട്ട് ഫിസിക്കലി ഹാജരാകാതെ വിദൂരമായിട്ട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു പ്രോസസ്സ് മനസ്സിലായോ അതിനെയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് പേഷ്യൻസുമായിട്ടും അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് പേഷ്യൻസ് ആയിട്ട് എന്താണ് മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് വഴിയായിരിക്കും കേട്ടോ ഓൺലൈൻ വഴി ഇനി നെക്സ്റ്റ് ആണ് ഇത് കസ്റ്റമർ സർവീസസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ ബില്ലടയ്ക്കുക അപ്പോയിന്റ്മെന്റ് എടുക്കുക പേയ്മെന്റ് നടത്തുക എന്തെങ്കിലും എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ നോക്കാം ഹോസ്പിറ്റൽസ് നൗ യൂസ് ഓട്ടോമാറ്റിക് സിസ്റ്റം ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു പ്രൊവൈഡ് regular customer services to the patients such as payments, making demands and complaints. അപ്പൊ എന്താണ് നമ്മൾ എന്ത് നടത്താറുണ്ട് എല്ലാ കാര്യങ്ങളും പേയ്മെന്റ് ബില്ലിങ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം വഴിയാണ് അല്ലെ ഓൺലൈനിലൂടെയാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഡോക്ടേഴ്സിനെ ബുക്ക് ചെയ്യുന്നത് പേയ്മെന്റുകൾ നടത്തുന്നത് അല്ലെ ജിപേ ഒക്കെ ചെയ്യുന്നത് എങ്ങനെ നമ്മൾ ഓൺലൈൻ വഴിയാണ് അപ്പൊ അതിനും കമ്പ്യൂട്ടേഴ്സ് യൂസ്ഫുൾ ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് എന്ത് ഓൺലൈൻ പേയ്മെന്റ് ഓക്കെ അത് തന്നെയാണ് പറയുന്നത് കേട്ടോ നോക്കാം ഹോസ്പിറ്റൽസ് നൗ മേക്ക് യൂസ് ഓഫ് ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽ ടു help patients to pay their hospital's bill online. This decreases in chance of errors and take is performed in less time. Okay. എന്താണ് പേഷ്യൻസ് നമുക്കറിയാം ഹോസ്പിറ്റൽ ബില്ലിംഗ് ഒക്കെ അടക്കുന്നത് ഓൺലൈൻ വഴിയാണ് പേയ്മെന്റുകൾ നടത്തുന്നത് അതുപോലെ തന്നെ ഇത് എന്താണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കമ്പ്യൂട്ടേഴ്സ് വഴി നമ്മൾ പേയ്മെന്റുകൾ നടത്തുമ്പോൾ എന്തിനൊക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അല്ലെ എറേഴ്സ് ഉണ്ടാകുന്നത് എറേഴ്സിനുള്ള ചാൻസസ് കുറയ്ക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും കുറവ് ടൈം മതി അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി സാധ്യമാണ് ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് 10 users of computers എന്ന് പറയുന്നത് കേട്ടോ വായിച്ചു നോക്കിയേ
ഓക്കെ, ക്ലിയർ ആണോ? യൂസസ് 10 യൂസസ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ ഈ ചാപ്റ്ററില്. നമുക്ക് നോക്കാം. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഓക്കെ, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ്, HIM, എക്സ്പാൻഡ് HIM ചോദിക്കാവുന്നതാണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓർഗനൈസ്, ഓവർസീ ആൻഡ് പ്രൊട്ടക്ട് patient health information data which includes symptoms, diagnosis, medical histories, test results and procedures. എന്താണ് ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങള്, ഡയഗ്നോസിസ്, മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട്, പ്രൊസീജിയേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗിയുടെ എല്ലാ ഡീറ്റെയിൽസുകളും അല്ലെ, ഈ റെക്കോർഡ്സുകളും എല്ലാ ഡീറ്റെയിൽസുകളും ഹെൽത്ത് ഇൻഫർമേഷൻസില് ആ ഡാറ്റയിൽ ഉൾപ്പെടുന്ന എല്ലാ ഇൻഫർമേഷൻസ്, സിംറ്റംസ് അല്ലെ, ഡയഗ്നോസിസ്, രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററീസ്, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, എല്ലാ മെഡിക്കൽ ആയിട്ടുള്ള മരുന്നുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും, ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസുകള്, ടെസ്റ്റ് റിസൾട്ടുകൾ, അതിന്റെ പ്രൊസീജിയേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു രോഗിയുടെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹെൽത്ത് ഇൻഫർമേഷൻ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുകയും ഓവർസീ ചെയ്യുകയും അത് ഓർഗനൈസ് ചെയ്യുകയും ചെയ്ത ഡ്യൂട്ടി ആരുടേതാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിന്റെയാണ്. The exact job description released on the professional's job title. ഓക്കെ, അപ്പൊ എന്താണ് അവരുടെ ഓരോ ഡ്യൂട്ടിക്ക്, ഓരോ ജോബിനനുസരിച്ചും അവരുടെ റെസ്പോൺസിബിലിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. However, there are some daily tasks the most health information managers do. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? അവരുടെ ഡെയിലി ചെയ്യുന്ന ഡ്യൂട്ടീസ്, അവരുടെ ടാസ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കാം. ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഫസ്റ്റ് വൺ, ഒരു 6 നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് establish health information systems and process to ensure the complete and accurate documentation of medical records. എന്താ പറയുന്നത്? Establish health information system and process to ensure complete and accurate documentation of medical records. ആദ്യം എന്ത് ചെയ്യണം? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് മാനേജ് ചെയ്യണം അല്ലെ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാം. എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനുശേഷം എന്താണ്? പ്രോസസ് ടു എൻഷുർ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അവിടെ വരുന്ന പേഷ്യൻസിന്, ഓരോ രോഗികൾക്കും എന്തുണ്ടാവും? മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും അല്ലെ. ആ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ആ ഡോക്യുമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, റെക്കോർഡുകളായാലും എല്ലാതും എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, അക്യുറേറ്റ് ആണോ, കൃത്യമായിട്ടാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്യണം. എൻഷുർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ ഓരോ രോഗിയുടെയും മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഡോക്യുമെന്റേഷൻസ് അക്യുറേറ്റ് ആണോ, കംപ്ലീറ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് work with the various medical staff, including nurses and doctors, to enhance the quality and accuracy of patient information. എന്താ പറയുന്നത്? വർക്ക് വിത്ത് വാരിയസ് മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. അവിടെ പലതരത്തിലുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അവരുമായിട്ട് നമ്മള് എന്ത് ചെയ്യണം? ഡോക്ടേഴ്സ് ആവാം, നഴ്സുമാരാവാം, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, മറ്റു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സഹകരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്നത്? ടു എൻഹാൻസ് ദ ക്വാളിറ്റി ആൻഡ് ആക്യുറസി ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ അല്ലെ. എന്താണ്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഉറപ്പ് വരുത്തണം അല്ലെ. കറക്റ്റ് ആണ്, ആക്യുറേറ്റ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവരുമായിട്ട് സഹകരിച്ച് ആര് പ്രവർത്തിക്കണം? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ പ്രവർത്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടാണ് ഓരോ സ്റ്റാഫുകളും സഹകരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ ആരുടെ ഡ്യൂട്ടിയാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ നോക്കേണ്ടതിന്റെ ഡ്യൂട്ടിയാണ്. കൃത്യമായിട്ട് നോക്കാം എല്ലാ സ്റ്റാഫുകളും, മെഡിക്കൽ സ്റ്റാഫുകളും കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ, സഹകരിച്ച് എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി തേർഡ് വൺ ആണ് കോർട്ട് or collaborate with the coders
to ensure secure and bug-free system for controlling health information. നമ്മള് EHR പഠിച്ചപ്പോ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ പേഷ്യൻസിന്റെ ഡാറ്റകൾ സ്റ്റോളൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ലേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ ചെയ്യേണ്ടത്? സ്റ്റോളൻ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാര്യം യൂസ് ചെയ്യേണ്ടത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് ഡാറ്റകൾ സ്റ്റോളൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം, പാസ്വേഡ് അല്ലെ, കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള സ്ട്രോങ് പാസ്വേഡ് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ എന്താണ് മറ്റുള്ളവര് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി ചെയ്യാതിരിക്കാനും, അതുപോലെ പേഷ്യൻസിന്റെ ഡാറ്റകൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാനായിട്ടും സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കുക. അപ്പൊ അവിടെ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ട്രോങ് പാസ്വേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, സ്ട്രോങ് പാസ്വേഡുകള് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? മേക്ക് എ റെഗുലർ ഓഡിറ്റ് ടു എൻഷുർ ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്സ് ആൻഡ് പ്രോസസ് കംപ്ലീറ്റ് വിത്ത് ഗൈഡ് ലൈൻസ്. എന്താ പറയുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ ഗൈഡ് ലൈൻസ് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? മേക്ക് റെഗുലർ ഓഡിറ്റ്. ഓക്കെ, അപ്പൊ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ത് ചെയ്യണം? എപ്പോഴും റെഗുലർ ആയിട്ട് ഓഡിറ്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഇനി ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. കോപ്പറേറ്റ് വിത്ത് കംപ്ലൈന്റ്സ് ഓഫീസേഴ്സ്. കംപ്ലൈന്റ്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിപാലിക്കുന്ന കേട്ടോ, അല്ലാണ്ട് കംപ്ലൈന്റ്സ് അല്ല, പരിപാലിക്കുന്ന എന്നാണ് ഇവിടെ അർത്ഥം. Complaints officers that regularly track, audit and denial from third-party auditors and insurance companies and find tend to the data. നമ്മള് എന്താണ് ഓഡിറ്റ് നമ്മള് ഓഡിറ്റ് വരുമ്പോ, അല്ലെങ്കിൽ ഓഡിറ്റുകൾ വരുമ്പോ, അതുപോലെ തന്നെ പല ഇൻഷുറൻസ് കമ്പനീസിന്റെയും ഡീനൈൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതാണ് മെഡിക്കൽ ഇൻഷുറൻസ് പഠിച്ചപ്പോ ഡീനൈൽസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡീനൈലുകൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് കോർപ്പറേറ്റ് വിത്ത് കംപ്ലൈന്റ്സ് ഓഫീസേഴ്സുമായിട്ട് കംപ്ലൈന്റ്സ് ഓഫീസേഴ്സുമായിട്ട് എന്ത് ചെയ്യണം? കോർപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വിവരങ്ങൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അവരുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ഓക്കെ എന്നുള്ള കാര്യങ്ങളും ആര് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഓർഗനൈസ് ആൻഡ് അനലൈസ് ഹെൽത്ത് ഇൻഫർമേഷൻ ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ, പ്രോസസ് ഇംപ്രൂവ്മെന്റ്, പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ആൻഡ് റിസർച്ച് പ്രോസസ്. എന്താ പറയുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് ബെറ്റർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും പ്രോസസ്സുകൾക്ക് ഇംപ്രൂവ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടും അവിടെ നടത്തുന്ന ഓരോ പ്രക്രിയകൾക്കും നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടും റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും റിസർച്ച് ഗവേഷണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റിട്രീവ് ചെയ്തെടുക്കേണ്ടി വന്നാലും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യേണ്ടതും അനലൈസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അപ്പോ അങ്ങനെ ഹെൽത്ത് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാം, അത് വിലയിരുത്തണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ബെറ്റർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും പെർഫോമൻസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും പ്രിപ്പയറിംഗ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടും അതുപോലെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടും. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ നോക്കുക. These are some jobs carried out by health information managers. ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ്? Relying on the specific
subfields, we end up in we may have more specialized duties. അപ്പോൾ ഓരോ സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടിക്കും സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലും എന്തുണ്ടാവും, അതനുസരിച്ചിട്ട് സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിന് ഉണ്ടാവും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ആരുടെ? ഹെൽത്ത് ഇൻഫർമേഷൻ പ്ലാനിംഗ്, HIM. ഓർത്ത് വെക്കാം. വായിച്ചോക്കി. ഇതോടുകൂടി നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി മിസ് എടുക്കാൻ പോകുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫോർത്ത് പോയിന്റോ? ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? Make a regular audits to ensure the health information department techniques and processes complete with the guidelines. അപ്പോ നമ്മൾ പറഞ്ഞു ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസുകൾ പാലിക്കുന്നുണ്ടോ? നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടല്ലേ. റേഡിയോളജി, പീഡിയാട്രിക്, ഓർത്തോ, ENT, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പോളിസീസും ഗൈഡ് ലൈൻസും ഒക്കെ സെപ്പറേറ്റ് ആയിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിനും. ഓക്കെ, അതുപോലെ തന്നെ എന്തുണ്ട്, ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിനും എന്താണ് ഓരോ ഗൈഡ് ലൈൻസുകൾ ഉണ്ട്. അവര് കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാനേജർ എന്ത് ചെയ്യണം? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട് ഓഡിറ്റ് നടത്തണം. റെഗുലർ ആയിട്ട് ഓഡിറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർ കൃത്യമായിട്ട് ആ പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസും പാലിക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അയച്ചു നോക്കാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? HIS ബോറിംഗ് ആയിരുന്നോ? ഇഷ്ടായോ ചാപ്റ്റർ? ഇഷ്ടായി. ഓക്കെ, ഇനി എടുക്കാൻ പോകുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ പഠിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റിലും ഓരോ ലൈനുകൾ എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ള ചാപ്റ്റർ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അത് ഓരോ വരിയിലും എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്കും എനിക്കും മടുക്കും വായിച്ച്. അങ്ങനെ ഒരു ബോറിംഗ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 9 എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഞാനപ്പോ നേരത്തെ പറഞ്ഞതാണ് ബോറിംഗ് ആണ്. നമുക്ക് ഓരോ വരി ഇത് തന്നെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞത്. കുറച്ച് എടുക്കാനായിട്ടാണ് എല്ലാവരും ഓൾറെഡി ഡിസാസ്റ്റർ എടുത്തു കഴിഞ്ഞോ മിസ്? കുറച്ചെടുക്കല്ലേ?
ഓക്കെ, അപ്പോ എക്സസൈസിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഇനി ക്ലിയർ അല്ലേ? അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങള് മൊഡ്യൂൾസുകൾ ഏതൊക്കെയാണ്, HISന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം, മൊഡ്യൂൾസുകൾ കൃത്യമായിട്ട് പഠിക്കാൻ ഏതൊക്കെയാണെന്നുള്ളത്, അതുപോലെ EHR, അതിന്റെ ബെനഫിറ്റുകള്, പിന്നെ കമ്പ്യൂട്ടേഴ്സിന്റെ യൂസസ്, അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. നമ്മൾ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിച്ചത്. EHR പഠിച്ചിരുന്നു, പിന്നെ എന്തൊക്കെയാണ് LIMS അല്ലെങ്കിൽ LMS, അതിന്റെ ഫുൾ ഫോം ചോദിക്കാം, അതിന്റെ കൺസെപ്റ്റ് എന്താണ് പഠിച്ചു വെക്കാം. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് ഒന്ന് ഓർത്ത് വെക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഈ മാനേജർ, അതിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ്. ജസ്റ്റ് ഒന്ന് നമുക്ക് തുടങ്ങി വെക്കാം കേട്ടോ. 9th ചാപ്റ്റർ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുമോ? എന്തെങ്കിലും പോയിന്റ്സ് എന്തായിരിക്കാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോ? അവർക്ക് എന്താണ്, ഹോസ്പിറ്റലുകളിൽ വരുന്ന പേഷ്യൻസിന് അവര് സംതൃപ്തരാണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിലൂടെ അല്ലെ? ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? നല്ല ബിഹേവിയർ, അവരുടെ സ്റ്റാഫുകൾ നല്ല രീതിയിൽ പെരുമാറണം. സർവീസുകൾ അല്ലെ, വെരി ഗുഡ്, സർവീസുകൾ നല്ല രീതിയിൽ കൊടുക്കണം. ഓക്കെ, ക്വാളിറ്റി കെയർ അതിനകത്ത് പെടുന്നുണ്ട്. പിന്നെ എന്താണ് റീസണബിൾ പ്രൈസ്. നമുക്കറിയാം എന്താണ്, ഇപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി കഴിഞ്ഞ് നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരുമ്പോ എന്താണ്, കൂടി വന്നാൽ ഒരു 1000 രൂപയോളം നമുക്ക് ആവുമല്ലോ, ഒരു പേഷ്യൻസിന് ആവുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് നല്ല രീതിയിൽ സാധാരണക്കാരന് പേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റീസണബിൾ കോസ്റ്റ്, റീസണബിൾ പ്രൈസ് ആയിരിക്കണം അല്ലെ? അങ്ങനെയുള്ള ഒരു പ്രൈസ് ആയിരിക്കണം അവിടെ ഹോസ്പിറ്റലുകളിൽ നിർണയിക്കേണ്ടത് അല്ലേ? ഓക്കെ, പ്രൈസ്. പിന്നെ സഹകരണം അല്ലെ? ഓക്കെ, എന്താണ് മറ്റുള്ളവരുമായിട്ട്, എല്ലാ സ്റ്റാഫുകളുമായിട്ട് നമ്മളിപ്പോ പേഷ്യൻസിന് സംതൃപ്തി കൊടുക്കാൻ വേണ്ടിയിട്ട്, സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ അതില് 2 ഡിവിഷൻ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും അല്ലെ, ഇപ്പോ ഹൗസ് കീപ്പിംഗ് സർവീസുകൾ തൊട്ട്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ തൊട്ട് അഡ്മിനിസ്ട്രേഷൻ വരെയുള്ള എല്ലാ സ്റ്റാഫുകളും
ഒരുമിച്ച് കൂടി നിന്ന് ഒറ്റ രീതിയിൽ ഒരു കൈകോർത്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അല്ലെ. അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഹോസ്പിറ്റലുകളിൽ വരുന്ന പേഷ്യൻസിന് അവരെ സംതൃപ്തിയാക്കിയിട്ട് അവിടെ നിന്ന് വിടാനായിട്ട് പറ്റുള്ളൂ അല്ലെ. എല്ലാവരും കൂടി സഹകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വേറെ എന്തെങ്കിലും? ഡോക്ടേഴ്സിന്റെ പെരുമാറ്റം അല്ലെ, ബിഹേവിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫുമാരായാലും ചില ഡോക്ടേഴ്സ് ഒക്കെ എന്താണ് ഇപ്പൊ നല്ല രീതിയിൽ ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില ഡോക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിലാണ് കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. ചില ഡോക്ടേഴ്സുകൾ എന്താണ് നമ്മളിപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മളിപ്പോ എന്താണ് പനിയാണ്, 2 ആഴ്ചയായിട്ട് പനി മാറുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോ ചിലവര് കേട്ട് നിൽക്കും എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ ചിലവരെന്താണ് ചില ഡോക്ടേഴ്സ് നമ്മൾ പറയുന്നതും കാണാം, അപ്പൊ തന്നെ എന്താണ് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്നതും കാണാം അല്ലെ. ഇല്ലേ? എന്ന് പറയും അപ്പൊ കൂടും മരുന്ന് വാങ്ങിച്ചോളൂ ഇല്ലേ. അങ്ങനെയുമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ് നല്ല രീതിയിൽ കെയർ കൊടുക്കാത്ത പേഷ്യൻസ് അല്ലെ, കെയർ കൊടുക്കാത്ത ഡോക്ടേഴ്സ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അപ്പൊ അവിടെ കിട്ടോ ഇല്ല. ചിലപ്പോ മരുന്ന് കഴിച്ചുകൊണ്ട് ചിലപ്പോ നമ്മൾ വേറെ ഡോക്ടറെ കാണേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സംതൃപ്തി നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ പെരുമാറ്റം അല്ലെ. നല്ല രീതിയിൽ പരിശോധിക്കുന്നില്ല, നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്യുന്നില്ല, നമ്മളെ മനസ്സിലാക്കാത്ത, നമ്മൾ പറയുന്നത് കേൾക്കാത്ത അല്ലെ, അങ്ങനെയുള്ളൊരു റോഡായിട്ടുള്ള ചിലവരെന്താണ് നല്ല രീതിയിൽ നമ്മളോട് ചിലവരൊക്കെ കാണാം റെസ്പെക്ട് ആയിട്ട് പെരുമാറുന്നത് അല്ലെ. ചില പേഷ്യൻസ് വരുമ്പോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികളെ സ്വീകരിക്കാനായിട്ട് തന്നെ ആളുകൾ ഉണ്ടാവും അല്ലെ. അവിടെ ഇനി ഏത് ഡോക്ടറെയാണ് കാണുന്നത് അങ്ങനെയുള്ള അപ്പൊ അങ്ങനെയുള്ള പെരുമാറ്റം അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സാറ്റിസ്ഫാക്ഷനിൽ. അതുപോലെ തന്നെ എന്താ വേറെന്താ പറഞ്ഞല്ലോ പോയിന്റ് കംപ്ലൈൻസ് അല്ലെ. ഇപ്പോ എന്താണ് സാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിലാണ്, നല്ല പെരുമാറ്റമാണ്, നല്ല സർവീസ് ആണ് അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതെങ്കിൽ എന്താണ് അവിടെ കംപ്ലൈൻസ്, രോഗികളുടെ കംപ്ലൈൻസ് കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, നമ്മളുടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് ഇവിടെ ഹോസ്പിറ്റൽ നല്ലതാണ്, നല്ല സർവീസ് ആണ്, കംപ്ലൈൻസ് കുറയുന്നത് മൂലം ഈ രോഗികൾ എന്ത് ചെയ്യും, ചെന്ന് വേറെ അവരുടെ നൈബേഴ്സിനോടൊക്കെ പറയും, അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് കസിൻസിനോടൊക്കെ പറഞ്ഞ് പിന്നെയും അവിടേക്ക് രോഗികളെ കൂട്ടാനായിട്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പോ നല്ല ഹോസ്പിറ്റലാണ്, അവിടെ പോയി കണ്ടോളൂ, നല്ല ചികിത്സയാണ്, അല്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സ് ആണ് ഇരിക്കുന്നത് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ പോയി മറ്റുള്ളവരോട് പറയുമ്പോ അവരും ഈ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരും. അങ്ങനെ എന്താണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. യെസ് അല്ലെ നഴ്സുമാര്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരുന്ന ഓരോ പേഷ്യൻസിനും സാറ്റിസ്ഫൈ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ അവിടേക്ക് വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ കെയർ കൊടുത്ത്, നല്ല സർവീസുകൾ കൊടുത്ത്, നല്ല രീതിയിൽ അവരുടെ ബിഹേവ് ചെയ്ത് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറാനായിട്ട് സാധിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിലാണ് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാല് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? ഹോസ്പിറ്റലുകൾക്ക് തന്നെയാണ് അല്ലെ. ഓക്കെ, ഹൗസ് കീപ്പിംഗ് സർവീസസ് അങ്ങനെ നല്ല രീതിയിൽ ഇപ്പൊ ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മള് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചില ടോയ്ലറ്റ് ഒക്കെ നമുക്ക് പോവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, വൃത്തിയില്ലാതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അതാണ് പറഞ്ഞത്. ഹൗസ് കീപ്പിംഗ് സർവീസ് മുതൽ അഡ്മിനിസ്ട്രേഷൻ വരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണം, നല്ല രീതിയിലുള്ള പെരുമാറ്റം പേഷ്യൻസിനോട് വേണം. എന്നാലേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇവിടേക്ക് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് വിടവരുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു ഒരു കൺസെപ്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഒരു കൺസെപ്റ്റ് ഐഡിയ കിട്ടിയോ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച്? നിങ്ങൾക്കറിയാം സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.